ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു AC ടെക് പോയിന്റ്. അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പുതിയ സംഭവമാണ്. അതായത് എങ്ങനെയാണ് നിങ്ങൾ C++ പ്രോഗ്രാമിംഗ് ആൻഡ്രോയിഡിൽ ചെയ്യേണ്ടത് എന്നാണ്. ഇത് എൻ്റെ ഒരു നമ്മുടെ ഈ ചാനൽ നടത്തുന്നതിൻ്റെ കൂടെയുള്ള പങ്കാളി ആദർശ് പറഞ്ഞത് നടക്കത്തില്ല. അപ്പം അവനും വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കല്ല വീഡിയോ. ഇത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് PC ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് C++ ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്പിന് ഡയറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ചെയ്തിട്ട് ജീനി കമ്പൈലർ എന്നടിക്കണം. ജീനി കമ്പൈലർ എന്നടിക്കുമ്പോൾ കുറേ എണ്ണം വരും. അത് കുറേ എണ്ണം ഫേക്കാണ്. പക്ഷേ ഈ ഒരു ഒറിജിനൽ ജീനി കമ്പൈലർ ID അല്ല, C++ കമ്പൈലർ ID ചൈനക്കാരനെയാണ്. പക്ഷേ സംഭവം കറക്റ്റാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. ഇത് ബെസ്റ്റ് ആപ്പ് ഫോർ എവർ ഫോർ C++ ആണ്. അപ്പം ഇതാണ് നിങ്ങളുടെ C++ കമ്പൈലർ. അപ്പം ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെ ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. താഴെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കൂടെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ താഴെ ലിങ്കിൽ കൂടെ സെർച്ച് ചെയ്താൽ മതി, കിട്ടിക്കോളും. ഇനി നമുക്ക് ഇത് ഓപ്പൺ അടിച്ചേക്കാം. വന്നില്ലേ? വന്ന്. അപ്പോൾ ഇത് ഓപ്പൺ അടിച്ചിരിക്കുന്നു. നെറ്റ് ഓഫ് ചെയ്യുവാണ്. നെറ്റ് വേണ്ട ഇതിന്. ഇതിൽ ഓപ്പൺ അടിക്കാൻ ഒരു 2 മിനിറ്റ് എടുക്കും. ഇപ്പം ബ്ലാങ്ക് സ്ക്രീൻ ആണ്. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് ഹലോ വേൾഡിൻ്റെ ആണ്. ഇത് നമ്മൾ നമ്മുടെ ന്യൂവേ ക്ലിക്ക് ചെയ്ത് ഞാനൊരു പുതിയ പ്രോഗ്രാം തന്നെ ഉണ്ടാക്കുകയാണ് ഞാൻ. അതായത് ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം സ്പേസ് യൂസിങ് നെയിം സ്പേസ് std int main ചെയ്തല്ലോ ബ്രാക്കറ്റിൽ ഇൻറ്റ് മെയിൻ. ഇനി നമ്മുടെ ബ്രാക്കറ്റ് തുടങ്ങി ഒരു സ്പേസ് വിട്ടിട്ട് ഇനി എന്നെ ആയതുണ്ട് ഇൻറ്റ് num1 num2 ആൻഡ് s. അതായത് ഈ 3 വേരിയബിൾസ് ഞാൻ എടുക്കുകയാണ്. ഇനിയും s is equal to num1 plus num2. അതായത് ഇനിയും cout. ഇവിടെ ഒരു സീൻ ഉണ്ടായിരുന്നല്ലേ, മറന്നുപോയി. ഇവിടെ സീൻ num1 ഓപ്പറേറ്റർ 2 num2. ഓക്കെ. ഇനി ഇവിടെ cout s. cout നമുക്കൊരു ഇച്ചിരി സ്റ്റൈൽ ഇടാം. RSULT റിസൾട്ട്. ഈ ഓപ്പറേറ്റർ ഇടുക. ഒരു ഈക്വൽ ടു s. ഓക്കെ. ഇനി നമ്മുടെ ഓപ്പറേറ്റർ ഇട്ടു. ഇനി നമുക്ക് കിട്ടുമെന്നറിയാം. ഇനി റിട്ടേൺ 0 അടിക്കുക. റിട്ടേൺ 0 സ്റ്റോപ്പ്. ഇനി നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ കറക്റ്റ് ആണെങ്കിൽ അലോ ഫങ്ഷൻ ഇൻറ്റ് മെയിൻ എറർ num2 വാസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദ സിസ്റ്റം സീൻ. ഒരു മിനിറ്റ് ഞാനിത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയത്. നമ്മൾ ഇവിടെ ഒരു സെമിക്കോളൻ ഇട്ടില്ലായിരുന്നു. ഇനി ഇവിടെ നമുക്കൊരു സംഭവം കൂടെ ഇടണം. അതായത് cout എൻ്റർ നമ്പേഴ്സ്, എൻ്റർ 2 numbers. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സെമിക്കോളൻ. അപ്പോൾ സെമിക്കോളൻ എല്ലായിടത്തും ഇട്ടല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടെ കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്തു. അപ്പം
num2 was not declared in this cn in this function എന്നാണോ പറയുന്നത് num2 അല്ലെങ്കിൽ നമുക്ക് ഇവിടം തൊട്ടൊന്ന് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഞങ്ങൾക്ക് ഇൻഡ് തൊട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പോലത്തെ ഇടാം. ഇൻഡ് നമ്പർ 1 നമ്പർ 2 എസ് പിന്നെ സെമിക്കോളൻ. ഇനിയും സി ഔട്ട് ഓപ്പറേറ്റർ ഇടുക. എന്നിട്ട് ഇത് എൻ്റർ 2 നമ്പേഴ്സ് ഇനിയും ഇതിടുക, സെമിക്കോളൻ ഇടുക. ഇനിയും സീൻ വെളിയിൽ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുകയാണെങ്കിൽ അതാകുമ്പോൾ എൻ്റെ ട്യൂഷൻ പഠിപ്പിക്കുകയാണ്, അത് സീനാണ്, അതുകൊണ്ടാണ്. നമ്പർ 1 നമ്പർ 2 ഓക്കെ ഇത്രയും. പിന്നെ ഇത് സെമിക്കോളൻ, ഈ ഒരു സ്പേസ് എസ് ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ 2 സെമിക്കോളൻ ഇടുക. സി ഔട്ട് സ്പേസ് ഞാൻ മറന്നുപോയി. സി ഔട്ട് ഓപ്പറേറ്റർ ഇടുക, എസ് ഇടുക, സെമിക്കോളൻ ഇടുക. ഇനിയും റിട്ടേൺ 0 ഇതായിട്ട് RETURN റിട്ടേൺ 0. ഇനി ഇവിടെ കൊണ്ട് നമ്മുടെ സെമിക്കോളൻ. ഇനി ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു സി പ്ലസ് കമ്പൈൽ ചെയ്ത് കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി ഇവിടെ ഇങ്ങനെ വരും. സക്സസ്ഫുള്ളി കമ്പൈൽഡ്. സേവ് ചെയ്തില്ല, സേവ് അതായത് സേവ് എററായി സേവ്. അത് നിങ്ങൾ നോക്കുന്നു. റൺ അടിക്കും. ഇവിടെയല്ല ടൈപ്പ് ചെയ്യേണ്ടത്, ഈ മോളിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇൻപുട്ട് 2 നമ്പേഴ്സ്, അതായത് ഞങ്ങളുടെ 9. ഇനിയും സ്പേസ് അടിക്കുക. ഇനിയും ഒരു 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 1 ഇടാം. ഇനി ഇൻപുട്ടൊന്ന് ഞെക്കി 9 1 10 കണ്ടോ, കറക്റ്റ് വന്ന്. ഇനി നമ്മൾ ഇവിടെ കൊണ്ട് ഒരു ഇൻറ്റു ഇടുവാന്ന് ഓർത്തോ. ഇൻറ്റു ഇതാണ് ഇൻറ്റു ഇടുന്ന. അപ്പം കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി എൻ്റർ 2 നമ്പേഴ്സ്, അതായത് ആഷിൽ. അപ്പം 9 × 9 81. ഇപ്പോൾ 81 ഇവിടെ ഇൻപുട്ട് ചെയ്തു, 81 ആൻസർ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ C++ൻ്റെ പ്രോഗ്രാമിങ് ചെയ്യേണ്ടത്. അപ്പം എക്സിറ്റ് അടിച്ചു. അപ്പോൾ ഇതാണ് C++ൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് എഡ്യൂക്കേഷൻ പ്രശ്നമുള്ളതായിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നാളെ അടുത്ത വീഡിയോ കാണാം. See you guys in the next video.